വരണം സാർ, ഇരിക്കാം. സഞ്ജയ് പണിക്കർ എത്തിയിട്ടുണ്ടോ? സഞ്ജു ഇവിടെ ഇല്ല. സാറിനോട് വരാൻ പറഞ്ഞത് സഞ്ജുവിന്റെ വൈഫ് സ്വാതിയാണ്. ഓ, വരൂ സാർ, ഇരിക്കാം. നിങ്ങളിരിക്കണം. നിങ്ങളുടെ നീക്കം എന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. തൊഴിലാളികൾ സ്ട്രൈക്കില്ല. സമരം എന്ന് തീരുമൊന്നും അറിയില്ല. നിങ്ങൾ കമ്പനി തുറക്കാനുള്ള തയ്യാറെടുപ്പിലാണോ? കമ്പനി അടച്ചിടാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതെന്താ കുട്ടി അങ്ങനെ പറഞ്ഞത്? തുറന്ന് പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ഒരു യൂണിയൻ നേതാവെന്ന നിലയിൽ എനിക്കുള്ളത്. എപ്പോഴാ നേതാവിന് ഇങ്ങനൊരു ബോധോദയുണ്ടായത്? നിങ്ങളുടെ കള്ളക്കളി പൊളിയുന്നായപ്പോഴാണോ? നിങ്ങളെപ്പോലുള്ള ചിലര് തൊഴിലാളികളെ സഹായിക്കാനോ രക്ഷിക്കാനോ നിൽക്കുന്നവരൊന്നുമല്ല. അങ്ങനെയുള്ള നല്ല നേതാക്കന്മാരും ഉണ്ട്. ഒരു പ്രശ്നം വന്നാ അവരത് പരിഹരിക്കാനേ നോക്കൂ. എന്നാലേ കമ്പനി നിലനിൽക്കൂ. കുട്ടി പ്രതികാര മനോഭാവം വെച്ച് സംസാരിക്കരുത്. ഇപ്പൊ സ്ഥാപനം തുറക്കാൻ തന്നെയാ ഞാൻ ആഗ്രഹിക്കുന്നത്. സഞ്ജയ് പണിക്കർ സ്ഥലത്തില്ല. നിങ്ങൾ കമ്പനി ഓഫീസിൽ വന്ന് എന്തൊക്കെയോ പൂജകളോ മറ്റോ ചെയ്തതായി എനിക്ക് വിവരം കിട്ടി. അതിന്റെ അടിസ്ഥാനത്തിൽ ചോദിച്ചതാ. കമ്പനി തുറക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം. ശമ്പള കുടിശ്ശിക തന്നതിന് ശേഷം മാത്രമേ അതുണ്ടാവൂ. നിങ്ങൾക്കത് മതിയല്ലോ. അത് എന്നത്തേക്ക് പറ്റുമെന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾ തരണം. നാലാം തീയതി കുടിശ്ശികയെല്ലാം ഞങ്ങൾ തീർത്തു തരും. അതിനി 2 ദിവസം മാത്രമല്ലേ ഉള്ളൂ. അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ. 2ാം നാൾ തൊഴിലാളികൾക്ക് കിട്ടേണ്ട തുക കിട്ടിയിരിക്കും. ഞാൻ ഈ വാക്ക് തൊഴിലാളികളെ അറിയിക്കാൻ പോവാണ്. 2ാം നാൾ തൊഴിലാളികൾ ഓഫീസ് പടിക്കൽ കാത്തു നിൽക്കും. നിങ്ങൾക്ക് വാക്ക് പാലിക്കാൻ കഴിയാതെ വന്നാ വലിയ പ്രശ്നങ്ങളുണ്ടാവും. അമ്മു, തീയതി കുറച്ചുകൂടി നീട്ടിവെക്കുന്നതല്ലേ നല്ലത്? ഞാൻ പറയുന്നതും അതാ. ശ്രീദേവി അമ്മയോടും മുത്തശ്ശനോട് ആലോചിച്ച് പറയുന്നതല്ലേ നല്ലത്. നമുക്ക് പറഞ്ഞ ദിവസം തന്നെ കുടിശ്ശിക വിതരണം ചെയ്യാൻ പറ്റും. നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ മുന്നിൽ തോറ്റു കൊടുക്കല്ല വേണ്ടത്, ജയിച്ച് കാണിച്ചു കൊടുക്കണം. ചേച്ചി ധൈര്യമായിട്ട് ഉറപ്പ് കൊടുത്തു. ശരി, പറഞ്ഞ ദിവസം ശമ്പള കുടിശ്ശിക വിതരണം ചെയ്യും. കുടിശ്ശികയിൽ ഒരു വിഹിതം പോലും പിടിച്ചു വെക്കുകയില്ല. സഞ്ജയ് പണിക്കർ എങ്ങനെയോ ഫണ്ട് കണ്ടെത്തിയെന്ന് എനിക്ക് മനസ്സിലായി. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഈ വിവരം നിങ്ങൾ ആര് വേണമെങ്കിലും അറിയിച്ചോളൂ. ഞങ്ങൾക്കതൊരു പ്രശ്നമേ അല്ല. അമ്മു, നമുക്ക് ഉറപ്പ് പാലിക്കാനാവോ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് തെളിഞ്ഞു തുടങ്ങിയില്ലേ ചേച്ചി? ഈ സമയം നീ കൂടെ എൻ്റെ ഒപ്പം ഇല്ലാതിരുന്നെങ്കിൽ
ഞാൻ നാളെ വരാമേ. ഇവിടെ ഇപ്പോൾ കുറച്ച് തിരക്കില്ല. ഞാൻ പിന്നെ വിളിക്കാം. ശരിയമ്മേ. ഡോക്ടറെ, എന്താ SI പറഞ്ഞത്? അവർക്ക് പ്രത്യേകിച്ച് എന്ത് പറയാനുള്ളത്? അന്വേഷണം നടക്കുന്നുണ്ട് എന്നല്ലേ, മറ്റെന്തു പറയാനാ? അവരെന്താ പറഞ്ഞത്? മടിക്കാതെ എന്നോട് പറ. സഞ്ജു കടലിൽ പോയെങ്കിൽ 3 ദിവസം കഴിയാതെ ബോഡി കരക്കടിയില്ലെന്നാ അവർ പറയുന്നത്. സഞ്ജു കടലിൽ പോയെന്നോ? എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറയാതിരുന്നത്. അവര് സഞ്ജു പോകാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ചെന്നാ പറയുന്നത്. നമ്മളും അന്വേഷിച്ചല്ലേ. സഞ്ജു അവിടെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സഞ്ജു കടലിൽ ചാടിയെന്ന് ഗോവിന്ദ് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും സഞ്ജു അങ്ങനെ ചെയ്യില്ല. സഞ്ജു അങ്ങനെ ചെയ്തു ഞാൻ പറഞ്ഞിട്ടില്ല. പോലീസിന്റെ നിഗമനം പറഞ്ഞേ ഉള്ളൂ. നീ ഈ വിവരം മംഗലശ്ശേരിയിൽ ആരോടും പറയണ്ട. സഞ്ജു മാറി നിൽക്കുന്നു മാത്രം ഇപ്പൊ അറിഞ്ഞാൽ മതി. അങ്ങനെ പറയാനല്ലേ കഴിയൂ. സ്വാതിയുടെ അവസ്ഥ ഓർക്കുമ്പോ എന്തു പറയണമെന്ന് എനിക്കറിയില്ല. സഞ്ജുവിന്റെ കുഞ്ഞ് അവന് നമ്മളെ വിട്ടുപോകാനാവില്ല രാജു. സ്വാതിയും കുഞ്ഞിനെയും മറന്ന് സഞ്ജു ഒന്നും ചെയ്യില്ല. എന്തിനാ എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നത്? കാറ് ബീച്ചിൽ ഉപേക്ഷിച്ചു. സഞ്ജുവിന്റെ ചെരുപ്പ് നമ്മൾ കണ്ടതാ. സഞ്ജു പോയടാ. കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്റെ വഴിക്കാ ദിനകര. അവൻ മരിച്ചിട്ടൊന്നുമില്ല. കേട്ടപ്പോഴേ ഞാൻ കരുതിയതാ സഞ്ജു നിൽക്കക്കള്ളി ഇല്ലാതെ സ്ഥലം വിട്ടതാന്ന്. കമ്പനിയിലെ വിവരങ്ങൾ ദിനകരൻ എന്നെ അറിയിക്കണം. ശരി. ജ്യൂസ് കുടിക്കാം. ഒരു ദിവസം കൂടി കഴിയാൻ ഞാൻ കാത്തിരിക്കുക. പ്രത്യേകിച്ച് സംഭവിക്കാനൊന്നുമില്ലെന്ന് എനിക്കറിയാം. ഞാൻ ഒഴുക്കിവിട്ട മലവെള്ളപ്പാച്ചിലിൽ മംഗലശ്ശേരി ഒലിച്ചു പോകാൻ പോവാ. ഉരുൾപൊട്ടൽ കഴിഞ്ഞ ഭൂമി പോലെയാവും ഇനി മംഗലശ്ശേരി. പ്രതികാരം പൂർത്തിയാക്കി ദക്ഷയ്ക്ക് മടങ്ങാൻ സമയമായി. മാഡം ഇപ്പോൾ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ മനസ്സിലൊരു മുറിവ് ഉണങ്ങാതുണ്ടാവില്ലേ? മനസ്സിലേറ്റ ഒരു മുറിവും ഉണങ്ങാറില്ല. അതെന്റെ മാത്രമല്ല, എല്ലാവരുടെ അവസ്ഥ അങ്ങനെ തന്നെയാ. നീറ്റൽ കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് കരുതിയാ മനുഷ്യൻ പക വീട്ടാൻ ഇറങ്ങുന്നത്. കഴിഞ്ഞുപോയ കാലത്തെ പറ്റിയല്ല, വരാൻ പോകുന്ന മുറിവിനെ പറ്റിയാ ഞാൻ പറഞ്ഞത്. ഞാൻ പറയാൻ പാടില്ലാത്തത് മാഡത്തിനോട് പറയുന്നു എന്നൊരു തോന്നൽ മാഡത്തിനുണ്ട്. മോളെ ഓർക്കുമ്പോൾ പറഞ്ഞു പോകുന്നതാ മാഡം. മാഡം പ്രസവിച്ചെങ്കിലും അവളെ വളർത്തിയത് ഞാനല്ലേ. അതിന്റെ വില ഞാൻ മല്ലികയ്ക്ക് തന്നിട്ടുണ്ട്. മോളുടെ ജീവിതത്തിൽ ഇനിയൊരു വിവാഹം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. സഞ്ജു അല്ലാതെ അവൾ ഇനി ആരും ജീവിതത്തിലേക്ക് കൂട്ടാനും പോകുന്നില്ല. മംഗലശ്ശേരി പൂർണ്ണമായും തകർത്തെറിയാൻ തുടങ്ങുമ്പോ മാഡം ഇതുകൂടി ഓർക്കണം. അവനെ ഞാൻ കണ്ടെത്തിക്കൊണ്ടുവരും. അതിൽ മല്ലികയ്ക്ക് ഒരു സംശയവും വേണ്ട. സഞ്ജു ബാംഗ്ലൂരിലുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അവന് കണ്ടെത്താൻ കഴിഞ്ഞാലും മംഗലശ്ശേരിയും കമ്പനിയും കൈക്കലാക്കാതെ അവനെ ഞാൻ രംഗത്ത് കൊണ്ടുവരില്ല. കമ്പനിയും പ്രതാവും എല്ലാം കൈവിട്ടാ പിന്നെ ഞാൻ പറയുന്നത് സഞ്ജു അനുസരിക്കേണ്ടി വരും. വിഷപ്പല്ല നഷ്ടമായ പാമ്പ് പിന്നെ പത്തി വിടർത്തില്ല, കാൽ ചുവട്ടിൽ ചുരുണ്ടു കിടക്കും. സഞ്ജുവിനോട് പലതവണ വഴക്കിട്ട് പോയവളാ സ്വാതി. വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവൾ അവന്റെ കൂടെ വല്ല ചേരിയിലോ വാടക വീട്ടിലോ ചെന്നടിയാൻ തയ്യാറാവില്ല. ഒന്നിൽ പിഴച്ചാൽ മൂന്നെന്നല്ലേ പറയാറ്. അവൻ മൂന്നാമത് താലികെട്ടാൻ പോകുന്നത് എന്റെ മകളുടെ കഴുത്തിലാവും.
ചേച്ചി എന്താ ചേച്ചി? ചേച്ചി സഞ്ജു സഞ്ജു ചേച്ചി സഞ്ജു ചേച്ചി നിക്ക്. ചേച്ചി എങ്ങോട്ടേ പോണേ? എന്റെ സഞ്ജുവിന് ആക്സിഡന്റ് പറ്റി. എന്നെ വിടാമോ? അയ്യോ. എനിക്ക് പോണം. ചേച്ചി സഞ്ജു എന്നെ അവിടെ വിടാമോ? നിക്ക് ചേച്ചി. സഞ്ജു എനിക്ക് എന്റെ സഞ്ജുവിന്റെ അടുത്ത് പോണം. എന്നെ വിടാൻ. എന്നെ വിടാനല്ലേ പറഞ്ഞ. സ്വാതി എന്നെ വിട്. എന്നെ വിടാൻ. അയ്യോ എന്റെ ചേച്ചി. സഞ്ജുവിനെ ഞാനൊന്ന് കണ്ടോട്ടെ. ചേച്ചി പോവല്ലേ? കണ്ടോളാമോ? സഞ്ജു ചേച്ചി സ്വാതി സ്വാതി നിനക്ക് എന്താ പറ്റിയത്? ചേച്ചി സ്വാതി സ്വപ്നം കണ്ട് ഭയന്ന ഓരോന്നും കാട്ടിക്കൂട്ടുന്നത്. ഞങ്ങൾ പറയുന്നൊന്ന് കേൾക്ക്. ചേച്ചി എന്തേ കാണിക്കുന്നേ? ചേച്ചി സ്വപ്നം കണ്ടതല്ലേ? ഞാനൊരു സ്വപ്നം കണ്ടു. സഞ്ജുവിന് അദ്ദേഹത്തിന് ഒരു ആപത്തും പറ്റിയിട്ടില്ല. ചേച്ചി ഓരോന്ന് ആലോചിച്ചു കൂട്ടി സ്വപ്നം കണ്ടതാ. സഞ്ജു സഞ്ജു എവിടെ പോയി അമ്മു? എന്നെ ഉപേക്ഷിച്ച് പോകാൻ സഞ്ജുവിന് കഴിയില്ല. സഞ്ജുവിന് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ആപത്തും സംഭവിക്കില്ല. അമ്മ ചേച്ചിക്ക് ഉറപ്പ് തരുന്ന അദ്ദേഹം ഉടനെ തിരിച്ചു വരും ചേച്ചി. ഈ കടമൊക്കെ തീർത്ത് കിട്ടാൻ അദ്ദേഹം ആരെയോ കാണാൻ പോയതാ. അല്ലാതെ ചേച്ചി പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം എങ്ങോട്ട് പോവാനാ? അദ്ദേഹം വരും ചേച്ചി. ലച്ചു സ്വാതിയെ റൂമിലേക്ക് കൊണ്ടുപോകും. സ്വാതി നിന്ന് വിറക്കി തണ്ടില്ലേ? ചേച്ചി ചേച്ചി വാ, എന്റെ കൂടെ വാ ചേച്ചി, വാ. ചെല്ലേ. ദേവി പ്രസാദിക്കണേ, എന്റെ പ്രാർത്ഥന ദേവി കേൾക്കണേ. അദ്ദേഹം പോയിട്ട് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. തിരിച്ചു വരാൻ അദ്ദേഹത്തിന് ഒരു മനസ്സുണ്ടാവണേ. അമ്മയെയും ചേച്ചിയെയും കുറിച്ചുള്ള ചിന്ത ദേവി അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടാക്കി കൊടുക്കണേ. ദേവിയോടല്ലാതെ എന്റെ സങ്കടം ഞാൻ ആരോട് പറയും? അദ്ദേഹത്തിന് ഒരു ആപത്തും പറ്റിയിട്ടില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. എന്തിനാ ദേവി ഇങ്ങനൊരു സമയത്ത് ഒരു പരീക്ഷണം തന്ന് എല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന? എന്നെ രക്ഷിച്ച മനുഷ്യനും അദ്ദേഹം തന്ന ജീവന ദേ ഈ താലിമാല. എനിക്ക് അദ്ദേഹത്തെ കണ്ടെത്തി എന്റെ ചേച്ചിയുടെ അടുത്ത് എത്തിച്ചേ പറ്റൂ. ഒരു വഴി എന്റെ ഉള്ളിൽ കാണിച്ചു തരണേ. ഇതുകൊണ്ടൊന്നും ദേവിയുടെ മനസ്സലിഞ്ഞല്ലേ? ഞാൻ കരഞ്ഞു പറയുന്നതൊന്നും അമ്മ കേൾക്കുന്നില്ലേ? എന്റെ പൂച്ച മതിയായില്ലെങ്കിൽ എനിക്കൊരു വഴി കാണിച്ചു തരാതെ ഞാൻ അമ്മയുടെ മുന്നിൽ നിന്ന് പോവില്ല.
അയ്യോ, അദ്ദേഹം അയ്യോ, ഒന്ന് നിക്കണേ. കാർ നിർത്തിയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? അദ്ദേഹം അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ചേട്ടാ, ആ പോകുന്ന കാറിന്റെ പിന്നാലെ ഒന്ന് പോവോ? അത് അദ്ദേഹം തന്നെയാ. ഞാൻ വ്യക്തമായിട്ട് കണ്ടതാ. ഈശ്വര, എന്റെ പ്രാർത്ഥന കേട്ടല്ലോ. എന്തായാലും ആള് ജീവിച്ചിരിപ്പുണ്ടല്ലോ. ഭാഗ്യം. ദേവി, എങ്ങനെയാ നന്ദി പറയേണ്ടെന്ന് എനിക്കറിയില്ല. ചേച്ചിയെയും വയറ്റിലുള്ള കുഞ്ഞിനെയും ഓർത്തല്ലോ. എന്തിനാ മറ്റുള്ളവരെ വിഷമിപ്പിക്കാൻ അദ്ദേഹം ഇങ്ങനെ ഒളിച്ചു കഴിയുന്ന മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര.